ചന്ദ്രൻ ഓരോ വർഷവും ഭൂമിയിൽ നിന്ന് 1.5 ഇഞ്ച് അതായത് 3.8 സെന്റിമീറ്റർ അകന്നു പോകുന്നതായി ഗവേഷകരുടെ കണ്ടെത്തൽ. മിഷിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഭൗതിക ശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും പോസ്റ്റ് ഡോക്ടറൽ ഗവേഷകനായ സ്റ്റീഫൻ ഡിക്കർബി എഴുതിയ ലേഖനത്തിലാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. ഭൂമിയിലെ വേലിയേറ്റത്തിന്റെ ഗുരുത്വാകർഷണം ചന്ദ്രനെ മുന്നോട്ട് വലിക്കുന്നതാണ് ഈ പ്രതിഭാസത്തിന് കാരണം. ഈ ടൈഡൽ ഫോഴ്സ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിന്റെ വലിപ്പം വർദ്ധിപ്പിക്കുന്നു. ഇത് ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് അല്പം അകലാൻ പ്രേരിപ്പിക്കുന്നു. ഈ മാറ്റം വളരെ സാവധാനത്തിൽ നടക്കുന്നതിനാൽ വർഷങ്ങളോളം നിരീക്ഷിച്ചാൽ മാത്രമേ ഈ വ്യത്യാസം തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂവെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. ബഹിരാകാശ പേടകങ്ങളും ബഹിരാകാശ യാത്രികരും അവിടെ സ്ഥാപിക്കുന്ന കണ്ണാടികളിൽ നിന്ന് ലേസർ രശ്മികൾ തട്ടിമാറ്റിയാണ് ശാസ്ത്രജ്ഞർ ചന്ദ്രനിലേക്കുള്ള ദൂരം അളക്കുന്നത്. ഗുരുത്വാകർഷണത്തിലെ വ്യത്യാസം കാരണമാണ് വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത്. ചന്ദ്രൻ ഭൂമിയുടെ അടുത്തുള്ള ഭാഗത്തേക്ക് കൂടുതൽ ഗുരുത്വാകർഷണ ബലം ചെലുത്തുന്നു. ഈ വ്യത്യാസം കാരണം സമുദ്രജലം ചന്ദ്രന് അഭിമുഖമായും അതിന്റെ എതിർവശത്തും ഉയർന്നു നിൽക്കുന്ന 2 ബൾജുകൾ ഉണ്ടാക്കുന്നു. ഭൂമി കറങ്ങുമ്പോൾ ഈ ജലബൾജുകൾ ചന്ദ്രന്റെ ഗുരുത്വാകർഷണത്താൽ എപ്പോഴും ചന്ദ്രനെ അഭിമുഖീകരിച്ചു നിൽക്കുന്നു. ഇതിന്റെ ഫലമായി ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ് പോലെയുള്ള നഗരങ്ങളിൽ കടൽനിരപ്പ് ഏകദേശം 5 അടി വരെ വ്യത്യാസപ്പെടാറുണ്ട്. എന്നാൽ ഭൂമിയുടെ വേഗത കൂടിയ ഭ്രമണം കാരണം ഈ ബൾജുകൾ ചന്ദ്രന് അല്പം മുന്നിലായാണ് നിലകൊള്ളുന്നത്. ഈ ജലബൾജുകൾ തിരിച്ച് ചന്ദ്രനിലും ഒരു ഗുരുത്വാകർഷണ ബലം ചെലുത്തുന്നുണ്ട്. ഇത് ചന്ദ്രനെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് വലിക്കുന്നതിനൊപ്പം അതിന്റെ ഭ്രമണപഥത്തിലൂടെ മുന്നോട്ട് തള്ളുകയും ചെയ്യുന്നു. തത്ഫലമായി ചന്ദ്രന്റെ ഭ്രമണപഥം വലുതാവുകയും അത് ഭൂമിയിൽ നിന്ന് അല്പം അകന്നു പോവുകയും ചെയ്യുന്നു എന്നാണ് കണ്ടെത്തൽ. ഭൂമിയെ ചുറ്റുമ്പോൾ 1 മാസത്തിനുള്ളിൽ ചന്ദ്രനിലേക്കുള്ള ദൂരം മാറി മാറി വരും. സാധാരണയായി ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 2,39,000 മൈൽ അകലെയാണ്. പക്ഷേ അതിന്റെ ഭ്രമണപഥം ഒരു പൂർണ്ണവൃത്തമല്ലാത്തതിനാൽ ഭൂമി പരിക്രമണം ചെയ്യുമ്പോൾ ഏകദേശം 12,400 മൈൽ വരെ വ്യത്യാസം വരും.